നമ്മൾക്കിടയിൽ പല ആളുകളുണ്ട്. അതായത് നാവ് കൊണ്ട് കാര്യങ്ങൾ വിജയിപ്പിച്ചെടുക്കുന്ന ആളുകൾ. നല്ല തമാശക്കാരുണ്ടാകും. ചില ആളുകളെ കൂടെ കൂടിക്കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയില്ല. ചില ആളുകൾ കുറഞ്ഞ സംസാരം, പക്ഷെ പറയുന്നത് നല്ല അകക്കാമുള്ള സംസാരങ്ങൾ അല്ല, അങ്ങനെയൊക്കെ പല ആളുകളാണ്. ചിലപ്പോൾ കുട്ടികളുടെ മുമ്പിൽ വരെ, വാക്കിൻ്റെ മുമ്പിൽ നമ്മൾ തോറ്റു പോകാറുണ്ട്. ചില കുട്ടികളൊക്കെ സംസാരിക്കാറ് നല്ല പക്വതയോടുകൂടി, വലിയ ആളുകളുടെ പക്വതയോടുകൂടി സംസാരിക്കുന്ന കുട്ടികളുണ്ടാവും. പിന്നെ അതേപോലെ നാവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകൾ, അവരൊക്കെ അതിൽ സ്പെഷ്യലിസ്റ്റാണ്. ഏത് കാര്യവും പറഞ്ഞ് ചേറാക്കിയിട്ട് ഇങ്ങോട്ട് അവതരിപ്പിച്ചിട്ട് ഏത് കാര്യങ്ങൾ അവരുണ്ട് അതിൻ്റെ എല്ലാ ആവിഷ്കാരത്തോടു കൂടിയിട്ട് ആംഗ്യവും അതിൻ്റെ മുഖത്തിൻ്റെ ഒരു കാട്ടിക്കൂട്ടലൊക്കെ കണ്ട് വരുത്തിയിട്ട് അവരാക്കിയെടുക്കും അല്ലേ, നമ്മളെ സഹോദരിമാർ. ഏതായാലും ഇതേപോലത്തെ ഒരു സംഭവം, അതായത് ചില ആളുകളോട് സംസാരിച്ചാൽ നമ്മൾ ഉത്തരം മുട്ടും. വളരെ നിസ്സാരക്കാരെന്ന് കരുതുന്ന ആളുകൾ അവരുടെ മുമ്പിൽ തന്നെ നമ്മൾക്ക് മറുപടി ഇല്ലാതെ നമ്മളിങ്ങനെ അന്താളിച്ച് നിൽക്കുന്ന അവസ്ഥ വരും. പിന്നെ ഹാറൂൺ റഷീദ് ഉണ്ടല്ലോ, ഖലീഫ, അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ മന്ത്രി ഉണ്ടായിരുന്നു, സുമാമ എന്ന് പറയുന്ന ഒരു മന്ത്രി. ആ മന്ത്രിയോട് പറയുന്നുണ്ട്, ഭ്രാന്തന്മാർ താമസിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അവരെടുത്ത് പോയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് വന്നു. അങ്ങനെ സുമാമ പോവാണ്. പോയി അവിടെ എത്തിയ സമയത്ത് പിന്നെ ഒരു ചെറുപ്പക്കാരൻ, നല്ല മുഖപ്രസന്നതയോട് കൂടിയിട്ട് ഉള്ളൊരു ചെറുപ്പക്കാരൻ. അപ്പോൾ സുമാമക്ക് തോന്നി, ഇയാളോട് തന്നെ ആയിക്കോട്ടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്. പിന്നെ ഒരു 10 ഡിഗ്രി കുറവാണെങ്കിലും തമ്മിൽ ഭേദം തൊമ്മൻ ഇയാളാണ്. അപ്പോൾ ഇയാളോട് ചോദിച്ചിട്ടാക്കാം ഒന്ന് അന്വേഷണമൊക്കെയാണ്. അപ്പോൾ സുമാമ ഇങ്ങോട്ട് അവിടെ എത്തിയ സമയത്ത് തന്നെ ഈ ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് വന്നു. ഇയാളിലേക്ക് വന്നിട്ട് ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു വിഷയം ഒന്ന് ചോദിച്ചോട്ടെ. സുമാമ പറഞ്ഞായിക്കോട്ടെ, ഞങ്ങളെ കാര്യം അറിയാൻ തന്നെയല്ലേ വന്നേ, നിങ്ങൾ ചോദിച്ചോളൂ. അപ്പോൾ ഈ മജ്നൂനായ ഭ്രാന്തായ ആള് ചോദിക്കുകയാണ്, അല്ല നമ്മളെ ഉറക്കം അതൊരു രസമുള്ള പരിപാടിയല്ലേ? ആ പരിപാടിയാണ്. എന്നാൽ ഉറക്കത്തിൻ്റെ രസം എപ്പോഴാണ് അറിയാം? എപ്പോഴാണ് ഉറക്കത്തിൻ്റെ രസം ഒരു മനുഷ്യനറിയാം? അതിൻ്റെ ആനന്ദം എപ്പോഴാണ് കിട്ടുക? അപ്പോൾ സുമാമ പറഞ്ഞു, ഉറങ്ങി എഴുന്നേറ്റാൽ. അപ്പോൾ ഇയാൾ ചോദിച്ചു, അതെങ്ങനെ? ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ രസം കിട്ടുമോ? അത് കഴിഞ്ഞില്ലേ, അപ്പോൾ കിട്ടുമോയെന്ന് ചോദിച്ചു. അപ്പോൾ സുമാമ പറഞ്ഞു, അല്ല ഉറക്കത്തിൻ്റെ മുമ്പാണ്. അപ്പോൾ തിരിച്ചു ചോദിച്ചു, അല്ല ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പേ ഭക്ഷണത്തിൻ്റെ രുചി അറിയാൻ കഴിയുമോ? അതിലും ഉത്തരം മുട്ടിപ്പോയി. അപ്പോൾ പറഞ്ഞു, അല്ല ഉറങ്ങുന്ന സമയത്താണ്. അപ്പോൾ വീണ്ടും ഇയാൾ, ഈ ഭ്രാന്തനായ ആൾ ചോദിക്കുക, ഉറങ്ങുന്ന സമയത്ത് എങ്ങനെ അറിയാനാ? ഒരാൾക്കൊന്നും അറിയൂലല്ലോ, പിന്നെ എങ്ങനെയാ ഉറങ്ങുന്ന സമയത്ത് അതിൻ്റെ ആനന്ദം കണ്ടെത്തുക? ഇതോടുകൂടിയിട്ട് സുമാമ ഉത്തരം മുട്ടി. അദ്ദേഹം പറഞ്ഞത്, പിന്നെ ഞാൻ ഭ്രാന്തുള്ള ആളുകളോട് മുട്ടാൻ പോയിട്ടില്ല എന്നാണ്.